ഉണ്ണിയ എന്തെന്നാലും എവിടേക്കാണ് തുമ്മളത്? ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണ സ്ഥലല്ലേ ഇത്? എങ്ങനെ പിന്നെ ഒരു മനുഷ്യ ഇവിടേക്ക് കേറി വരിക? വല്ലാത്ത ഒരു മലക്കം. ചേട്ടാ കൈയോടെ തന്നെ തുടക്കുകയും ചെയ്തു. സത്യേട്ടാ, ഒറ്റ കുഞ്ഞി വരുന്നില്ല നമ്മളെ ഹോട്ടലിലേക്ക്. ഉണ്ടാക്കിയ സാധനം അവിടെ വേസ്റ്റാണ്. നമ്മക്കെല്ലാം കഴിക്കുന്ന ഒരു പരിധിയില്ല സത്യേട്ടാ. എന്താക്കല്? ഇങ്ങനെ ഇത് അധികം മാരൊന്നും പോകൂല. അതെ, ആ കള്ള നായ കോയ ഓന് കട തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതല്ല, ഓ നമ്മളെ പൊളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പൊ അവിടേക്ക് ആൾക്കാരെല്ലാവരും ഒഴുകി പോണത്. കറിയണോ? ഇവിടുത്തെ കറി കൊടുക്കട്ടോ. എന്താ ഈ കാട്ടിനെ കഴിക്കട്ടോ? എന്താ ഇന്നലെ കണ്ടില്ല? അതെ, എവിടെ പോയി കിടക്കണേ? അത് ഇവിടെ ഭക്ഷണം കൊടുത്തില്ല. അടുത്തോർക്ക് ഇന്നലെ ഭാര്യയൊക്കെ വന്നിട്ടായിരുന്നു. പോട്ടെ പോട്ടെ ഇവിടെ കൊടുക്കും. കഴിക്കട്ടോ? ചേട്ടാ ഞാൻ ഇവിടുന്ന് കൊടുക്കുന്ന ചായ ഉണ്ടല്ലോ, 1-ാം നമ്പർ ചായ. ഇവിടുത്തെ ഒരു ഹോട്ടലിൽ പോയാലും അങ്ങനത്തെ ചായ കിട്ടൂല. നമ്മള് പാലിന്റെ അകത്ത് ഒരു തുള്ളി വെള്ളം ഞാൻ ചേർക്കൂല. നല്ല ഏലത്തരിയിലിട്ടിട്ട്. നോണ പറയാണ്ടിരിക്കിന്റെ സ്തുതിയെ എന്റെ ഒരു ചായയുടെ കേമത്തരം പറയണം. എന്തായാലും എന്തായാലും വരാത്ത പടക്കി ഉണ്ടാൻ പാടില്ല. ചായ കൊണ്ടുവരുമ്പോ 2 കൈയിട്ടിട്ടല്ല കൊണ്ടിട്ടത്. നിന്റെ കൈമുക്കിയ ചായ മറ്റോ കുടിക്കണ്ട്. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതാണ് കുറച്ച് മെനക്കും വൃത്തിയായിട്ടൊക്കെ വരണമെന്ന്. എന്റെ ചായന്റെ അല്ല പ്രശ്നം, സത്യങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ബീഫിന്റെ അകത്ത് പാറ്റേനെ കിട്ടിയല്ലോ. എന്റെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി, അതിനെ പറ്റി ഒന്നും പറയാത്തെ. സത്യേട്ടാ, ബീഫിൽ പാറ്റ വീണ പ്രശ്നം എന്തെന്നത് പ്രശ്നം? ചൈനയില് പാറ്റക്കറി ഉണ്ടാവില്ലേ? നമുക്കിവിടെ പൊറോട്ടക്ക് പാചിക്കറി പോലെ പാറ്റക്കറിയല്ലേ, പാറ്റ ഫ്രൈയെല്ലാം ഉണ്ടാവുന്നില്ല സത്യേട്ടാ. ഒരു ചെറിയ പാറ്റ വീട് എന്തെന്നില്ല കുഴപ്പമില്ല, വെറുതെ പറത്താനും പറയാം. അതെ, പാറ്റി ഈച്ചൊന്നല്ല ഇപ്പൊ വിഷയം. ആ കോയ ആ കട തുടങ്ങിയവനാണ്. അതോടുകൂടി ആൾക്കാരെ മൊത്തം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ കിടങ്ങ നല്ല സപ്ലൈമാർ അവിടെ ഇവിടെ ഉണ്ട്. നിങ്ങൾ കുറച്ച് മെനക്ക് നിന്നാൽ തന്നെ ഇവിടെ കച്ചവടം ഉണ്ടാവും. എന്നോട് ആ തലമുടി വെട്ടം പറഞ്ഞിട്ട് ചോട്ടിയാ പിന്നെ വേറെ ഇവിടെ തന്നെ എന്റെ മീശ ഉണ്ടാ. കുറച്ച് വൃത്തിയായിട്ട് നിൽക്കുങ്ങൾ ഇവിടെ, അപ്പൊ തന്നെ കട നന്നാവും. എന്തായി മറ്റേ കല്യാണത്തിന് ചോറ് കൊടുക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരി ശരി ശരി. ഇരിക്കട്ടെ, എല്ലായിടത്തൊക്കെ ഇരിക്കട്ടാ. ആകെ ഇത്തിരി തിരക്കാണ്. ഇരിക്കട്ടാ. എന്താ ആവശ്യച്ചാ പറയട്ടോ. നമ്മളെ വെള്ളം കൊടുക്കേ. ഇന്നിപ്പോ കട തുറന്നിട്ട് ഇത്ര നേരമായി, ഒരു മനുഷ്യ ഈ വഴിക്ക് വന്നിട്ടുണ്ടാ? ഉണ്ടാ? ഞാൻ അതെല്ലാം കൂടി എന്റെ മകളുടെ കെട്ടിയുണ്ട് വ്യാരിജാത. ഓൻ ഗൾഫിൽ വലിയ ഹോട്ടൽ കച്ചവടം നടത്തുന്ന ആളാ. ഞാൻ എല്ലാം കൂടി ഓനെ ഏൽപ്പിക്കാൻ പോവാത്. അത് കൊടുക്കണ്ട. കൊടുക്കണ്ട മതി, എന്നെ കൊണ്ട് മടുത്തത്. ഒന്നാമത് നിങ്ങളാണ് ഇതിന്റെ ശാപം. സത്യേട്ടാ, ഞാനിവന് നടത്തിയാലോ? നമ്മ രണ്ടാളും നടത്തിയാലോ? നിങ്ങൾ നടന്നോ? എന്തായാലും ഓ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അയ്യാ, അതാ വന്നല്ല. ചായ എടുത്തോ? നല്ല ഏലത്തരി ചായ ഉണ്ട്, ഞാൻ എടുക്കാം. അയ്യോ വേണ്ട വേണ്ട, ചായ ഇപ്പം വീട്ടിൽ നിന്ന് കുടിച്ചോളൂ. അതെ, വേണ്ട ചായ വേണ്ട. എങ്ങനെയുണ്ട് അച്ഛപ്പ കച്ചവടം? എന്താ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നില്ല. ആണോ? പക്ഷെ അപ്പുറത്ത് നല്ല ആളുണ്ടല്ലോ. അവിടെ നല്ല ആളുണ്ട്. കോയയുടെ കടയില് എല്ലാരും അങ്ങോട്ട് പോവാപ്പഴേ. സ്റ്റാഫൊക്കെ എന്തെങ്കിലും മേശപ്പുറത്ത് കയറിയിരിക്കണം. ആരെങ്കിലും വരുമോ ഇതൊക്കെ? ഞാൻ ആ കഴുതരടുത്ത് പറഞ്ഞതാണ് അതിന്റെ മുകളിൽ ഇരിക്കരുതെന്ന്. ഒന്ന് ഇറങ്ങ ഉണ്ണി അതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക്. എല്ലാത്തിന്റെ വാക്കിൽ നൂര കഴിഞ്ഞ സത്യേട്ടാ. അതെ, നിങ്ങൾ രണ്ടുപേരും പിറകിൽ അടുക്കളയിൽ പോയിരുന്നേ. വൃത്തിയും മെനയില്ലാതെ വാതിക്ക് വന്നിരുന്ന അതിനെ കച്ചവടം ഉണ്ടാകണം. പ്യാരിയെ, എന്താ പിന്നെ കടയുടെ കാര്യം പറഞ്ഞു രാവിലെ?
ആ അച്ഛൻ ഞാൻ ശരിക്കും ആലോചിച്ച് ആ. അച്ഛനിപ്പോ ഈ കട നടത്തിയിട്ട് ഇതിന്റെ കറണ്ട് കാശും വാടകയും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ കൊടുക്കാൻ പറ്റണം? ഇതൊരു ഏർപ്പാട്, അങ്ങനെ നടന്നു പോകണമെന്ന് മാത്രം. ഇപ്പൊ നമ്മള് പണിയെടുക്കണ പൈസയാണ് അവന്മാർക്ക് ശമ്പളമായിട്ടും കൊടുക്കണം. ഈ ഇരിപ്പിരുന്നിട്ട് കാര്യമില്ല. അതെ. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഈ കട ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ രാത്രി, ആ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. എടാ അപ്പൊ ഈ വീട്ടിനൊക്കെ പറഞ്ഞു വിടേണ്ടി വരില്ലേ? എന്തിന്? ഇവര് കൂടെ നിന്നോട്ടെ. ഈ ഉണ്ണിയും സുതിയൊക്കെ ഉണ്ടാക്കണ ചീഞ്ഞ ഫുഡ് മതി. അപ്പൊ ആള് വരില്ലല്ലോ. ആളുകൾ ക്യൂ നിന്ന് മേടിക്കണ ഞാൻ കാണിച്ചു തരാന്ന്. അച്ഛൻ നമ്മള് മലയാളികളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ എന്റെ അടുത്തുണ്ടെന്ന്. അവർക്ക് വൃത്തി വേണമെന്നില്ല, നല്ല ഫുഡ് വേണമെന്നില്ല. അവരെ എത്തിക്കാനുള്ള ഒരു ഐഡിയ എന്റെ അടുത്തുണ്ട്. അച്ഛൻ ഇവിടെ വിളമ്പണ ചീഞ്ഞ ചിക്കൻ കറിയും വളിച്ച പഴംപൊരി ഒക്കെ തന്നെ മതി. ആളുകൾ ക്യൂ നിൽക്കും നമ്മുടെ കടയില്. അതുകൊണ്ടാ സുഗതനും ഭാര്യയാണാ പോണത്. കോപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഇവിടുന്ന് ചായ പിടിച്ച് പോയിട്ട് 16:50 ഇപ്പോഴും പറ്റി തരാൻ ബാക്കിയാ. ഇപ്പൊ ഒരു ഇവിടെ പിടിക്കില്ല. ഇപ്പൊ നേരെ കോയുടെ കടയിൽ പോവാണ്. പിന്നെ വയറുണ്ടല്ലോ, അത് ഇവിടുത്തെ പുട്ടും മുട്ടക്കറി തിന്നതാ. എല്ലാത്തിനും ഇവിടെ വരുത്തി തരും. ഇവന്മാരൊക്കെ നമ്മുടെ കടയിൽ ക്യൂ നിൽക്കും. ഞാൻ പറഞ്ഞ ഐഡിയ ചെയ്ത് വെച്ചാൽ മതി. അച്ഛൻ എന്റെ കൂടെ നിൽക്ക്. ഇത് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഇവര് കൂടെ നിന്നോട്ടെ. ആഹാ ഉണ്ണി, രണ്ടുപേരും കൂടി പോയി ആ പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ചേ. ഇവിടെ നിർത്തേണ നമ്മള്. ആ അല്ല ഇത് എന്തപ്പോ ഇന്ന് പൊറോട്ടയ്ക്ക് ബിരിയാണി അല്ലേ ഞങ്ങള് കഴിക്കല്? ഇത് മതിയോ? അതെ കഴിഞ്ഞാലൊരു മോനെ ഒരു ബിരിയാണി പാർസൽ കൊടുക്കുക ചേച്ചി കേട്ടോ. അതിന്റെ കാര്യം കൊടുക്കണ്ട. അത് കൊടുക്കാക്ക നമ്മള് സ്ഥിരം കഴിക്കുന്ന ആൾക്കാരാണ്. എന്താ നമസ്കാരം. ഇന്നലെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഒന്നര സീറ്റൊക്കെ പിടിച്ചിട്ടാണ്. ബാബാ നല്ല ഭക്ഷണം തിരക്കായി. ഞാനേ എന്താ വെച്ചാല് ഞാൻ നിങ്ങളെ ഇന്നലെ കാത്ത് ഇന്നലെ 7 മണിക്ക് വരും എന്ന് പറഞ്ഞല്ലോ. ഇന്നലെ ഭയങ്കര തിരക്കായി പോയി. അപ്പൊ ഞാൻ സീറ്റൊക്കെ പിടിച്ചിടാൻ പറഞ്ഞു കുട്ടികളുടെ. പിന്നെ നിങ്ങളെ കണ്ടില്ല. ഉച്ചകൾക്ക് എന്താ ഉണ്ട്? ബിരിയാണി അല്ലേ? സ്പെഷ്യൽ ബിരിയാണി. ബിരിയാണി ആയിക്കോട്ടെ മേഡത്തെ. സാറിന് ചോറല്ല, ഇവിടെ ബിരിയാണിയാണ്. അല്ല എന്താ വെച്ചാൽ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, നെയ്ച്ചോറുണ്ട്. എന്താ വെച്ചാ പറഞ്ഞോളേ. സ്പെഷ്യൽ ബിരിയാണി മോനെ ഒരു 2 സ്പെഷ്യൽ ബിരിയാണി കേട്ടോ. ഒന്ന് എടുക്കുക. എന്നിട്ട് ഹെൽമെറ്റ് കേട്ട് പയ്യ അടിക്കണേ. ഹെൽമെറ്റ് ഇല്ലാണ്ട് ആരും ലിഫ്റ്റ് തരുന്നില്ലാന്ന്. ശരി, അതുകൊണ്ട് ഹെൽമെറ്റ് എടുക്കും. എങ്ങോട്ടാ പോണ്ടേ? അത് ആ സത്യശീലിന് ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയില്ല അവിടെ. അപ്പൊ ഇന്ന് രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്നലെ ഉദ്ഘാടനം. എന്നെ വിളിച്ചു. ഞങ്ങൾക്ക് രാവിലെ പോകാൻ പറ്റില്ല. കേറിക്കോളി. അപ്പൊ മൊയ്തിന് ഹെൽമെറ്റ് വേണ്ടേ? കടിക്കണം നായിക്കെന്തിനാ തല. ഞാൻ നിങ്ങളതൊക്കെ നല്ല ബുദ്ധിയുള്ള തലയാണ്. അതിന് ഹെൽമെറ്റ് വേണം. എനിക്ക് അത് വേണ്ട. റെഡിയാണോ? പോവാ. വെള്ളം കൊടുക്കേ. പപ്പടം തരാം. എത്ര പപ്പടം തിന്നത്? 2 പപ്പടത്തിനപ്പുറം. പുള്ളിയുടെ വെള്ളം. അച്ഛാ, 4 പേര്. 4 പേര്. 4 പേര്. 2 ഉണ്ടി വലത്തിയ പോത്ത്, 2 സത്യമുളക് ഇട്ടത്. ഉണ്ണി വലത്തിയത് 2. സത്യമുളക് ഇട്ട.
വെള്ളം കൊടുക്കേ. പപ്പടം തരാം. എത്ര പപ്പടാ തിന്നത്? 2 പപ്പടത്തിനപ്പുറം. പുള്ളിയുടെ വെള്ളം അച്ഛാ അത് 4 പേര് 4 പേര് 4 പേര്. ആ. 4 പേര്. 2 ഉണ്ടി വലത്തിയ പോത്ത്, 2 സത്യമുളക് ഇട്ടത്. ഉണ്ണി വലത്തിയത് 2. ആ, സത്യം മുളക് ഇട്ട 2. ആ ഇവിടെ ചോറ് കിട്ടിയില്ല രവി ചേട്ടാ, ഇവിടെ ചോറ് കിട്ടിയില്ലല്ലോ. എന്താ വെറുതെ വെക്കണ ആളുകളൊന്നും. ഇവിടൊക്കെ കഴിഞ്ഞവർക്ക് കൊടുക്കേ. അച്ചാറ് തരാം, അച്ചാറ് നിങ്ങൾ ഇരിക്കാനല്ല രതീഷേ തരാം. ഉണ്ണി വളർത്തിയ പോത്ത് തരേട്ടാ. എടാ, അവിടെ ഉണ്ണി വളർത്തിയ പോത്ത് 3 അവിടെ കൊടുക്കുകയാണ്. ചോദിച്ചിട്ട് കൊടുക്കാത്തതേ. നീ പോയി എടുത്തു കൊടുത്തറ. ഉപ്പേരി കിട്ടിയാൻ കേൾക്കും ഞാൻ. ഉപ്പേരി ഉണ്ണിപ്പോത്ത് കൊടുക്കേ. ഉപ്പേരി നിങ്ങള് ഭാസ്കരട്ട് ഭാസ്കരട്ട് നമ്മളെ മുമ്പത്തെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. കൽബീറ്റ് പോയത് ഓറോടൊന്ന് വരാൻ പറയണം കേട്ടോ. ഇതിലൊന്ന് കാണിട്ട് സംഭവം. ഭാസ്കരട്ടോട് ഞാൻ ചോദിച്ചോടാ. ഹലോ ഞാൻ ചേച്ചി ആ മന്മതാ. ഇല്ല തുടങ്ങി ഇന്നലെ തുടങ്ങി. എല്ലാം സ്പെഷ്യലാണ്. ഇല്ല നല്ല റെസ്പോൺസാണ്. ആളുകൾ വന്നു തുടങ്ങിയല്ല. ഞാൻ ലൊക്കേഷൻ ഇട്ട് തന്നില്ലേ നമ്മുടെ ആ പഞ്ചായത്ത് കിണറിന്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടേ ആരോടെങ്കിലും ചോദിച്ചാൽ മതി സത്യന്റെ പറമ്പിലെ കടയെന്ന്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ തന്നെ. സാമ്പാർ ഇവിടെ സാമ്പാർ ബീഫ് പുളുത്തിയത് കേട്ടാ പുള്ളി. ബീഫ് പുളുത്തിയത് 200. ഉപ്പേരി ഉപ്പേരി ഇവിടെ ഉപ്പേരി ഉപ്പേരി. ഇത് പല്ലിക്കുത്തി. നല്ല അടിപൊളി സാധനമാണ് കച്ചോടി. മതിയല്ലേ. ഉണ്ണി വളർത്തിയ പോത്ത് 2. ശരി എന്റെ പ്രശ്നം ആ കുളം കണ്ട. ആ കുളം നോക്കാൻ കൂട്ടി. അത് ഇപ്പഴില്ല വരാലിനെ പിടിക്കുന്നു. അതാ ഞാൻ പറഞ്ഞു എല്ലാം വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അടിപൊളി തനതായ ശൈലിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ചെറിയ പരിപാടി, വലിയ പരിപാടി. ഇനിയും വരണം. അതിനാന്ന് മീൻ പിടിക്കേണ്ട സമയം എനിക്ക്. പായസം കിട്ടിയാടാ? പായസം കിട്ടിയില്ല. ഇങ്ങോട്ട് പോര്. ആ ഭക്ഷണം ഇവിടെ വന്നിട്ട് കഴിക്കാം. ആ അച്ഛാ എങ്ങനെയുണ്ട് ഇപ്പൊ? തരക്കടില്ല. അത് നമുക്ക് നേരത്തെ തുടങ്ങണ്ടായിരുന്നു. അതെ, നമ്മുടെ പഴയ കടയിൽ ഉണ്ണി സുധി ഉണ്ടാക്കി കൊടുത്ത ചീഞ്ഞ ഫുഡ് തന്നെയാണ് ഈ പൊട്ടന്മാര് വന്നിരുന്ന് തിന്നണണ്ട. ഇനിയിപ്പൊ ഇന്ന് ചെലവാകാത്തത് നാളെ എന്തെങ്കിലും പേരിട്ട് കൊടുത്താ തിന്നോളും. അതെ, നമ്മുടെ ആ ഫുഡ് ബ്ലോഗർ ഇല്ലേ മന്മഥനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മന്മഥൻ ഇത് ബ്ലോഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാലുണ്ടല്ലോ ലോകം മുഴുവൻ സത്യന്റെ പറമ്പിലെ ഹോട്ടലിൽ ഹിറ്റാവും. പിന്നെ ഇവിടെ നിക്കാൻ പറ്റില്ല, കൈവച്ചാ കണ്ടിക്കണ കച്ചവടം ആയിരിക്കില്ലേ. പിന്നെ ആരെങ്കിലും ചോദിച്ചാ നമ്മള് ടൗണില് ചായക്കട നടത്തിയിരുന്നു പറയരുത്. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. അച്ഛനല്ലേ എല്ലാവർക്കും അറിയാവുന്നത്. മുതുമുത്തച്ഛനായിരിക്കും അറിയാമോ? നമുക്ക് പോലും അറിയാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ രാജകൊട്ടാരത്തിലെ പാചക വിദഗ്ധരാണെന്നും പിന്നെ നമ്മളിവിടെ പാചകം ചെയ്യണത് പഴയ സന്യാസി വര്യന്മാരുടെ രുചിക്കൂട്ടുകളാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞടിച്ചോ. ആരും അത് അന്വേഷിക്കാനൊന്നും പോണില്ല. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ആള് കയറിയേക്കണണ്ട. എന്താ നമ്മള് 2-3 ദിവസം ഒരു പരസ്യം കൊടുത്തിനല്ല. ആ കുളത്തുനിന്ന് കയ്യോടെ മീൻ പിടിച്ചിട്ട് അപ്പ തന്നെ പൊരിച്ചു കൊടുക്കുന്നു. അതില് മീനുണ്ട്, ഒരു തവളക്ക പോലില്ല. ഞാൻ ഇന്നലെ പെരുത്തി നോക്കി. അതൊക്കെ പറയുന്നു. ആ കുളത്തിന്റെ അടുത്തൊരു ചൂണ്ട ഇട്ടേക്കണണ്ട. ആ ചൂണ്ടയുമ്പോ ഞാനൊരു മീൻ കൊളുത്തിയിട്ടിട്ടുണ്ട്. നീ ആ ഓർഡർ ചെയ്യണ ആളുടെ മുമ്പിൽ വെച്ച് ഇതിങ്ങനെ പെടപ്പിച്ച് ഇങ്ങോട്ട് പിടിക്കണം. അതിന്റെ മുമ്പിൽ കൂടി അങ്ങോട്ട് പോണം പെടക്കണ പോലെ. അത് ശരിയാക്കി കൊടുക്കും. പക്ഷെ വേറെ കുറെ ഓർഡർ വന്ന് എന്താക്കും? എടാ, അവിടെ ഇന്നലത്തെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട്. ഇതൊന്ന് കാണിച്ചിട്ട് അതങ്ങാട് പൊരിച്ചു കൊടുത്താ പോരെ. ഇനി അത് അവിടെ പോയി കൊപ്പിളിക്കാൻ നിൽക്കണ്ടോ? എടാ, അതൊന്ന് വെച്ചേക്കാണ്.
കുളത്ത് നേരിട്ട് പിടിച്ച മീനുണ്ട്. അതെ പരാലി പരാലി. ഇവിടെ ആള് വന്ന് കൂടിയിട്ടുണ്ടല്ലോ. ചോദിക്കാതെ പറിച്ചിട്ട് പോവല്ലേ ഏട്ടാ. ആ ആളുകൾ ചോദിച്ചാൽ കൊടുത്താ മതി. വേണം. എടാ സുധി, അതെ. ഓ, നീ അയില വറുത്ത് കടിച്ചു പിടിച്ചേക്കണ എന്താ അവിടെ കൊണ്ട് വെച്ചേ? ഇത് മീശ ചേട്ടാ, ഇല്ലല്ല. ഇവിടെ നോക്കിയപ്പോ അതിനകത്ത് അവന്